കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. ശ്വാസകോശാണുബാധ മൂലം ഒരാഴ്ചയായി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പ സുഖം പ്രാപിക്കുന്നു. ഇരു ശ്വാസകോശങ്ങളിലെയും അണുബാധ കുറഞ്ഞു വരുന്നതായാണ് വത്തിക്കാൻ അറിയിച്ചത്. രാത്രി വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലെന്നും നന്നായി ഉറങ്ങിയെന്നും പറഞ്ഞു. എന്നാൽ ഫ്രാൻസിസ് പാപ്പ ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് മെഡിക്കൽ സംഘം പ്രതികരിച്ചത്. മാർപ്പാപ്പ മരണാസന്നമായ നിലയിലല്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. Buon pomeriggio. Siete tanti, Faceva freddo fuori. Allora, come diceva Matteo, siamo qui non per darvi chissà che scoop. È passata una settimana che il Santo Padre si è ricoverato, come da indicazione del dottor Luigi Carbone, con cui collaboriamo sia prima che adesso, e di Massimiliano Strappetti, che è l'assistente sanitario personale del padre, quindi del Papa. E quindi ci è sembrato opportuno, condividendo con Santo Padre, dirvi un po' cosa è successo in questa settimana, come sta il Santo Padre e cosa ci aspettiamo. Allora, il Santo Padre, come sappiamo, è stato curato per una forma, infettiva, per una dispnea a casa, come qualsiasi paziente di 88 anni che inizialmente in questo periodo ha un'influenza. Cosa fa? Inizialmente si cura a casa con i medici e i sanitari, col dottor Luigi Carbone, che è il medico referente del Santo Padre, e con l'assistente sanitario personale, che è il signor Massimiliano Strappetti, che è una persona straordinaria che si sta prendendo cura del Santo Padre da tanti anni, e anche in questo il Santo Padre sta più avanti di tutti. Ci ha dato un messaggio: chi è che sta più vicino ai malati? Mentre io sono qui nei miei reparti, chi è che sta vicino ai malati? Gli infermieri. E nell'idea nostra l'infermiere, alle volte un'idea distorta, l'infermiere è qualcuno che collabora con i medici, che è d'accordo con i medici, poi decide insieme ai medici di dare le terapie. Poi il medico, ecco, adesso siamo qui con voi, poi siamo dall'altra parte. Chi sta sempre col paziente? L'infermiere. Il Santo Padre questo lo ha capito e già da anni ha detto: lui è il mio responsabile. Poi chiaramente c'è bisogno anche del medico. Poi adesso sentiamo Luigi Carbone come sono andate le cose mentre stava a Santa Marta. ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനിലയിലെ പുരോഗതി വത്തിക്കാൻ വ്യക്തമാക്കി. മാർപ്പാപ്പയ്ക്ക് ഇപ്പോൾ പനിയില്ലെന്നും രക്തസമ്മർദ്ദവും ഹൃദയാരോഗ്യവും തൃപ്തികരമാണെന്നും വത്തിക്കാൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അദ്ദേഹം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പിന്നീട് തന്റെ കർത്തവ്യങ്ങളിൽ മുഴുകിയെന്നും കുറിപ്പിൽ പറയുന്നു. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളെ തുടർന്ന് ഫെബ്രുവരി 14-നാണ് മാർപ്പാപ്പയെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. പാപ്പ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ലോകമെമ്പാടു നിന്നും പ്രാർത്ഥനകളും ആശംസാ സന്ദേശങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നന്ദി പ്രകടിപ്പിച്ച പാപ്പ പ്രാർത്ഥനകൾ തുടരാൻ ഏവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വീൽചെയറിൽ ഇരിക്കാൻ പാപ്പയ്ക്ക് സാധിക്കുന്നുണ്ട്. രോഗവിവരത്തെക്കുറിച്ചൊന്നും മറച്ചുവെക്കരുതെന്ന് മാർപ്പാപ്പ ഡോക്ടേഴ്സിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ശ്വാസമുട്ടലുണ്ടെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കി. മാർപ്പാപ്പയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ജെമലി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മണിക്കൂറിൽ മാർപ്പാപ്പയുടെ മെഡിക്കൽ ടീമിന്റെ ഹെഡായ ഡോക്ടർ സെർജോ ആൽഫിയേരി ജേർണലിസ്റ്റിനെ കണ്ടുകൊണ്ട് മാർപ്പാപ്പയുടെ അവസ്ഥയെക്കുറിച്ച് അപ്ഡേറ്റ് കൊടുക്കുകയുണ്ടായി. അത് പറഞ്ഞതനുസരിച്ച് ഡോക്ടർമാർ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇന്ന് മാർപ്പാപ്പ കുറച്ച് ക്ഷീണിതനായിരുന്നുവെങ്കിലും സ്വയമേധ ഭക്ഷണം കഴിക്കുകയും ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ മാർപ്പാപ്പ സ്വയമേധ ശ്വാസം വിടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള സമയത്ത് ഓക്സിജന് വേണ്ടി നാസൽ എക്യുപ്മെന്റ് ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ടെന്നും
അവർ പറഞ്ഞു. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ അവസ്ഥ ഗുരുതരമാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുനിലയിലല്ല ഈ നിമിഷം എന്നാണ്. അതുപോലെ തന്നെ ഇനി മാർപ്പാപ്പയുടെ ജീവൻ തന്നെ അപകടത്തിലാണോ എന്ന് അവർ ചോദിച്ചപ്പോൾ ഡോക്ടർമാർ പറയുകയുണ്ടായി അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറയാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ബൈലാറ്ററൽ ന്യൂമോണിയ ബാധിച്ചിരിക്കുന്ന മാർപ്പാപ്പയുടെ ഇൻഫെക്ഷൻ്റെ സ്ഥിതി ഇനി ഒത്തിരിയും കൂടെ ഇമ്പ്രൂവ് ആകാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം കോർട്ടിസോൺ പോലുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോഴും മറ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുവാനായിട്ട് സാധ്യതയുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുപോലെ എത്ര കാലം കൂടി മാർപ്പാപ്പ അല്ലെങ്കിൽ എത്ര ദിവസം കൂടി മാർപ്പാപ്പ ഹോസ്പിറ്റലിൽ കഴിയണമെന്ന് അവർ ചോദിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറയുകയുണ്ടായത് ഇനി ഒരാഴ്ചയെങ്കിലും പൂർണ്ണമായിട്ട് അടുത്തയാഴ്ച മുഴുവനും ഒരുപക്ഷെ മാർപ്പാപ്പ ഈ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻ്റ് എടുത്ത് മറ്റ് തെറാപ്പികളൊക്കെ ചെയ്ത് കഴിയേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ബൈലാറ്ററൽ ന്യൂമോണിയയുടെ ഇൻഫെക്ഷനുള്ള മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ആ വൈറസുകളും മറ്റ് ജേംസൊക്കെ ബ്ലഡിൽ കലരുകയാണെങ്കിൽ ഒരുപക്ഷെ അത് സെപ്സിസിലേക്ക് എത്തിച്ചേർന്നേക്കാം. അതൊരുപക്ഷെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയായിരിക്കുമെന്ന് ഡോക്ടേഴ്സ് നിഗമനം എത്തുകയുണ്ടായി, ഡോക്ടേഴ്സ് പറയുകയുണ്ടായി. അതുകൊണ്ട് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടി നമുക്ക് ശക്തമായിട്ട് തന്നെ തുടർന്നും പ്രാർത്ഥിക്കാം. മാർപ്പാപ്പ പറയുകയുണ്ടായി, അതായത് തൻ്റെ രോഗത്തിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് എല്ലാവരോടും പറയണമെന്നും പ്രാർത്ഥന യാചിക്കണമെന്നും മാർപ്പാപ്പ പറയുകയുമുണ്ടായി. മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് തുടർന്നും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ തുടർന്നും മാർപ്പാപ്പയ്ക്കായിട്ട് ഉയർത്താം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും സർക്കാർ കുത്തനെ കൂട്ടി. ചെയർമാന്റെ ശമ്പളം 2.26 ലക്ഷത്തിൽ നിന്നും 3.5 ലക്ഷം രൂപയാക്കി ഉയർത്തി. അംഗങ്ങളുടേത് 2.23 ലക്ഷത്തിൽ നിന്നും 3.25 ലക്ഷവുമാക്കി. ശമ്പളത്തിന് പുറമെ DA, വീട്ടുവാടക, സിറ്റിംഗ് ഫീ എന്നിങ്ങനെ ആനുകൂല്യങ്ങളും വേറെയുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2 പ്രാവശ്യം മാറ്റിവെച്ച ശുപാർശയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. ചെയർമാനെ ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിന്റെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിയുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിന്റെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം. ഭരണഘടനാ സ്ഥാപനമെന്ന പേരിലാണ് കേന്ദ്ര സർക്കാരിന്റെ ശമ്പള പരിഷ്കരണം വേണമെന്ന ആവശ്യം PSC മുന്നോട്ട് വെച്ചത്. മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെങ്കിൽ 35 കോടി അധിക ബാധ്യതയുണ്ടാകണമെന്നായിരുന്നു ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇതേ തുടർന്നാണ് ശുപാർശ 2 പ്രാവശ്യം മാറ്റിവെച്ചത്. ഇത്രയേറെ അംഗങ്ങളും ആനുകൂല്യങ്ങളും എന്തിനാണെന്ന വിമർശനം നേരത്തെ സജീവമാണ്. അതിനിടെയാണ് വൻതുക കൂട്ടുന്നത്. എന്നാൽ ശമ്പള വർധനയെ ന്യായീകരിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത് വന്നിരുന്നു. ഭരണഘടനാ സ്ഥാപനമായ PSCയിൽ നിയമപരമായി ശമ്പളം കൊടുക്കേണ്ടതാണ്. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ തുല്യമായ ശമ്പളമാണ് ചെയർമാന് കൊടുക്കേണ്ടതെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളുടെ സാഹചര്യമടക്കം പരിശോധിച്ചാണ് തീരുമാനമെന്നും കുറച്ചുനാളായി ധനകാര്യ വകുപ്പിൽ ഈ ഫയലുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ PSC മെമ്പർമാര് വാസ്തവത്തിൽ നമ്മുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അതിനൊക്കെ ചില നിയമങ്ങൾ തന്നെ ഉണ്ട്, അല്ലാതെ നമ്മളുണ്ടാക്കുന്ന നിയമം അല്ല, ഈ ക്യാബിനറ്റ് ഉണ്ടാക്കുന്നതല്ല. ഇത് കുറച്ച് മുമ്പേ ഡ്യൂസ് ആയിട്ട് കൊടുക്കാനായിട്ട് നേരത്തെ വരുന്ന, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ ഫയലുണ്ട്. ധനകാര്യ വകുപ്പിൽ തന്നെ കുറേ കാലമായിട്ട് അത് നോക്കി അങ്ങോട്ട് അയച്ച് പരിശോധിച്ചാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ സാലറിയാണ് ചെയർമാൻ. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ സാലറി എന്നൊരു സാലറിയാണ്, പാരിറ്റിയാണ്. അപ്പം നമുക്ക് ഇത് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും മുൻകാല പ്രാബല്യമൊന്നും വലിയ തോതിൽ വെച്ചിട്ടില്ല ഈ ഇപ്പോൾ വന്നേക്കുന്നതിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് അങ്ങനെ ഒരു പാരിറ്റി വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനകത്തൊക്കെ ഗവൺമെൻറ് ഇപ്പം കേരളത്തിലെ ഇപ്പം ജുഡീഷ്യറിക്ക് കൊടുക്കുന്ന ശമ്പളം കൂടുതലാണ് എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ, IAS-കാരും IPS-കാരും IFS-കാരും അവരുടെ ശമ്പള സ്കെയില് പലപ്പോഴും DA അവരുടെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ സംസ്ഥാന സർക്കാരിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈ പറഞ്ഞ ശമ്പളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉയർന്ന ഉദ്യോഗങ്ങളിലുള്ളവർക്കൊക്കെ നല്ല ശമ്പളമുള്ളവരുണ്ട്. അപ്പോൾ അതിനെ ഒരു ഇതുമായി ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയി കൊടുക്കേണ്ടതാണ്, ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഈ PSC. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ PSC-കളിൽ നന്നായി പ്രവർത്തിക്കുന്ന PSC-യാണ് നമ്മുടെ, കൂടുതൽ ആളെയൊക്കെ എടുക്കുന്നതാണ്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്ന നമ്മളെന്നാണ്ട് വ്യക്തിപരമായൊരു ഔദാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റുകളാണിത്, കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകളാണ്. അല്ല, പ്രതിസന്ധി കാലത്ത് കൊടുക്കാൻ ഇതിപ്പം വാസ്തവത്തിൽ 3-4 വർഷമായിട്ടെങ്കിലും അതിലധികം ഡ്യൂസാണ് കൊടുക്കേണ്ടതാണ് മുമ്പ്. അപ്പോൾ ഇപ്പോൾ തന്നെ വന്നു മറ്റ് സ്റ്റേറ്റുകളിൽ ഇതെല്ലാം വന്നപ്പോൾ ഇതേ കാര്യങ്ങളല്ല നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഒക്കെ പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നവരായതുകൊണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വന്നിട്ട് ഈ കാര്യമൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പരിശോധിച്ച് അതിൻ്റെയും കൂടി റിപ്പോർട്ട് മേടിച്ചിട്ടാണ് ചെയ്തത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിലല്ല. നമുക്കിപ്പോൾ ഈ സംസ്ഥാനത്ത് ഇതുപോലുള്ള നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, പ്രിൻസിപ്പൽ ജഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ജില്ലയിലെയും ഏറ്റവും സീനിയറായ ജഡ്ജിനാണ് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ തുല്യമായ ഒരു സ്കെയിൽ എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില നിയമങ്ങളുണ്ട്. നമ്മൾ ആ നിയമങ്ങൾ അനുസരിച്ചല്ലാതെ ഒരു ഗവൺമെൻറ്റിന് ഈ പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്കും അത് വേറൊരു തരത്തിലേക്ക് ചിത്രീകരിക്കുന്നതല്ല ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം ക്ഷേമ പെൻഷൻ കുടിശ്ശിക, KSRTCയിലെ ശമ്പളം മുടങ്ങൽ, ആശാ വർക്കർമാർക്കുള്ള ശമ്പളം മുടങ്ങൽ എന്നതിന് കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന് പറയുമ്പോഴാണ് PSC അംഗങ്ങൾക്കുള്ള വാരിക്കോരിയുള്ള സഹായം. എന്നാൽ ആശാ വർക്കർമാർ സമരം തുടരുകയാണ്. ഓണറേറിയം 21,000 ഉയർത്തുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാപ്രവർത്തകർ സമരം നടത്തുന്നത്. പക്ഷേ പതിവ് പോലെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുതൽ ആശമാരുടെ ഓണറേറിയം വരെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പഴിച്ചാരുന്നത് പരിഹാസമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രീയ നിയമനം നേടിയ വൻകിടക്കാർക്കായി ഖജനാവിലെ പണമൊഴുക്കുന്ന സമീപനം പിണറായി വിജയൻ അവസാനിപ്പിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ പോരായ്മകൾ, പിടിപ്പുകേടാണ് ഇതിന് കാരണം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഇന്നലെ പറയുന്നത് കേട്ടു, ഈ NHM ഫണ്ട്, ദേശീയ ആരോഗ്യ ദൗത്യം, അതിൻ്റെ ഫണ്ട് കിട്ടാനുള്ളതാണ് ഉള്ള കാലതാമസമാണ് ആശാ വർക്കർമാരുടെ അവർക്ക് കൊടുക്കേണ്ട പ്രതിമാസ ഓണറേറിയം കൊടുക്കുന്നതിന് കാലതാമസം ഉണ്ടായതിന് കാരണം എന്നാണ്. ഞാൻ ബഹുമാന്യയായിട്ടുള്ള ആരോഗ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്ത് തുകയാണ് ഇനി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാൻ ബാക്കിയുള്ളത് എന്നുള്ളത് ആരോഗ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കണം. കാരണം ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നൽകിയ ആ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ 2023-24 189.15 കോടിയും 24-25 815.73 കോടിയും കൊടുത്തു കഴിഞ്ഞു. 24-25 കേരളത്തിന് ആകെ കിട്ടേണ്ടത് 913.24 കോടിയാണ്. ആ 913.24 കോടിയിൽ 815 കോടി കൊടുത്തു. അത് വൈകാനുള്ള കാരണം ദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ്. പിന്നീട് ആ നിലപാട് മാറ്റിക്കൊണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറായി. മാനദണ്ഡങ്ങൾ ഞങ്ങൾ പാലിക്കാൻ തയ്യാറാണ്, മാനദണ്ഡങ്ങൾ പാലിച്ചു കഴിഞ്ഞു, അതിനുള്ള ഉത്തരവിറക്കി കഴിഞ്ഞു എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാർ ഒരു നിമിഷം പോലും വൈകിപ്പിച്ചില്ല, കൃത്യമായിട്ട് ആ പണം കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്ന സമീപനം, അത് വന്യജീവി ആക്രമണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വയനാട്ടിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലെല്ലാം കേന്ദ്രത്തിനെ പഴിചാരുന്ന സമീപനം, ആ സമീപനം കേരളത്തിലെ സർക്കാരിൻ്റെ മന്ത്രിമാർ അതൊരു പതിവ് രീതിയാക്കുന്നതിൻ്റെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അവരെങ്കിലും ഇനി മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഇപ്പോഴും തീർത്തിട്ടില്ല. പാചക തൊഴിലാളികൾക്ക് ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നില്ല. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ശമ്പളമില്ല. പട്ടികജാതി വിഭാഗങ്ങൾക്കും ഭിന്നശേഷി വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെയുള്ള നിശ്ചയിച്ചിരുന്ന പ്രഖ്യാപിച്ചിരുന്ന ആനുകൂല്യങ്ങളടക്കം വെട്ടിക്കുറച്ചു.
അനുഭവിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും മറുവശത്ത് രാഷ്ട്രീയ നിയമനം നേടിയിട്ടുള്ള വൻകിടക്കാർക്ക് അവർക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്ന സമീപനം, ഈ സർക്കാരിൻ്റെ യഥാർത്ഥത്തിലുള്ള കൂറ് ആരോടാണ്, ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, കേരള സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര സമീപനം, ആശാവർക്കർമാരോട് കാണിക്കുന്ന അവരെ അപമാനിക്കുന്ന സമീപനം, ആ സമീപനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാൻ. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 13ാം ദിവസത്തിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് പ്രവർത്തകരെ എത്തിച്ച് മഹാസംഗമം നടത്തിയിരുന്നു. ഓണറേറിയം കുടിശ്ശിക സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും മുഴുവൻ ആവശ്യങ്ങളിലും അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നാണ് സമരക്കാരുടെ നിലപാട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കാണാൻ ഔദ്യോഗിക വസതിയിൽ ചെന്നപ്പോൾ മന്ത്രിയുടെ ഭർത്താവ് തടഞ്ഞെന്ന് സമരസമിതി നേതാവ് എസ് മിനി ആരോപിച്ചിരുന്നു. ആരോപണം ദുരുദ്ദേശപരമെന്നായിരുന്നു മന്ത്രി മറുപടി നൽകിയത്. അതിനിടെ ആശാവർക്കർമാരുടെ തുക വർദ്ധിപ്പിക്കണമെന്നത് തന്നെയാണ് തന്റെ നിലപാടെന്നും തുക ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം അനുവദിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ തുക നൽകുന്നത് കേരളമാണ്. ആശമാരുമായി വിഷയം വിശദമായി ചർച്ച ചെയ്തിരുന്നുവെന്നും ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. 100 കോടി രൂപ 1 രൂപ തന്നിട്ടില്ല. ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ്, അല്ലെങ്കിൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. തുച്ഛമായ വേതനമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 7000 രൂപ, അത് ഹോണറേറിയമാണ്. അപ്പോൾ അതിൽ ഓരോ നമുക്ക് കണ്ടീഷനുകളുണ്ട്. അത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്കവിടെ കട്ടാവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 700 രൂപയാണ് പോകുന്നത്. ഒരു മാസം ഇപ്പം നമ്മൾ ആരോഗ്യസ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. 18 വർഷക്കാലം കൊണ്ട് നമ്മൾ വണ്ടിയിലും ഒന്നുമല്ല, നമ്മൾ നടയാത്ര ചെയ്ത് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പലർക്കും ഇപ്പോൾ ആരോഗ്യസ്ഥിതി മോശമാണ്. അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴായിട്ട് നമ്മുടെ വേതനങ്ങൾ കുറയാറുണ്ട്. അപ്പോൾ കണ്ടീഷനുകൾ ഇല്ലാതെ തന്നെ ഇപ്പം നമ്മൾ 30 ദിവസം നമ്മൾ ജോലി ചെയ്താലും ശരി, ഏതെങ്കിലുമൊക്കെ ആ ഹെഡിൽ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ആബ്സെൻ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വരുമാന മാർഗം കുറയുന്ന ഒരു രീതിയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓണറേറിയം ഒന്നും കൃത്യമായി ഞങ്ങളുടെ കൈകളിൽ എത്താറില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇൻസെൻറ്റീവുകളാണ് പറയുന്നത്. ഇൻസെൻറ്റീവുകളാണെങ്കിലും ഇപ്പം കുറച്ച്, അതായത് നമ്മൾ സ്ത്രീകളെയും കുട്ടികളെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ഓണറേറിയം കിട്ടുന്നത്. നമുക്കറിയാം ഇപ്പം കുറച്ച് ഇപ്പം ഒരു വാർഡിൽ 2 ആശയുള്ളിടത്താണെങ്കിൽ നമുക്ക് ഒരുപാട് പോപ്പുലേഷൻ കുറവാണ്. അവിടെ നമുക്ക് കുട്ടികളുടെ എണ്ണം കുറവാണ്. ഒരു വർഷത്തിൽ ഒരു സ്ത്രീ ഒരു പ്രാവശ്യമല്ലേ പ്രസവിക്കുകയുള്ളൂ. ആ പ്രസവാനുകൂല്യം അത് ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രസവിക്കുകയാണെങ്കിലാണ് നമുക്ക് 300 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ 300 രൂപ, സെക്കൻഡ് പാർട്ടിൽ 300 രൂപ. ഇത് ഗവൺമെൻറ്റിൽ ഡെലിവറി ആയെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് കാറ്ററാക്റ്റ് സർജറിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡിസ്ചാർജ് സമ്മറി, അതിന് വേണ്ടുന്ന രേഖകൾ കൊടുത്താലേ നമുക്ക് അത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇന്ന് 12ാമത്തെ ദിവസമാണ് നമ്മുടെ സമരം നീണ്ടു നിൽക്കുന്നത്. നമ്മുടെ സമരത്തിനെ അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഫെബ്രുവരി 10-ാം തീയതി തൊട്ട് ഞങ്ങൾ ഇന്ന് വരെ എല്ലാ ആശാന്മാരും രാവും പകലും ഇവിടെ കിടക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 21,000 രൂപ ഓണറേറിയം എന്നൊരു നമ്മുടെ ശമ്പള നിരക്കാക്കി ഞങ്ങൾക്ക് ആശമാർക്ക് തരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കൂടാതെ വിരമിക്കൽ 62 വയസ്സ് ആയി വിരമിക്കുന്ന എല്ലാ ആശമാർക്കും 5 ലക്ഷം രൂപ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ PHSൽ തന്നെ ഇപ്പോൾ 2-3 വർഷം കഴിയപ്പോൾ ഈ 17-18 വർഷം കൊണ്ട് എല്ലാ വർക്കുകളും പ്രായപരിധി ഇല്ലാതെയാണ് നമ്മളെല്ലാവരും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു 3-4 വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ PHSലും അതുപോലെ കേരളത്തിലെ എല്ലാ PHSലും ഈ പ്രായത്തിലുള്ള ആശമാരുണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ കേരളത്തിലെ എല്ലാ ആശാന്മാരുടെ ഒരേ അഭിപ്രായം. അത് ഞങ്ങൾക്ക് നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും.
നമ്മുടെ മന്ത്രി ഇന്നലെ പറഞ്ഞു കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാമെന്ന്. ഞങ്ങൾ കേന്ദ്രത്തിലല്ല ജോലി ചെയ്യുന്നത്, നമ്മൾ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വീടുകൾ തോറും ഇപ്പോഴും എൻ്റെ പൾസ് ഓക്സിമീറ്റർ ഒരു വീട്ടിലിരിപ്പുണ്ട്. ഞാൻ ഇന്നലെ പുള്ളിക്കാരനോട് പറയുകയും ചെയ്തു, ഞങ്ങൾ അത്രത്തോളം ഇങ്ങനെ ഓരോരുത്തരുടെ ഹൃദയമിടിപ്പ് നോക്കി ഓക്സിജൻ എത്തിക്കേണ്ടടുത്ത് ഓക്സിജൻ എത്തിച്ചു. അതൊക്കെ കേരളത്തിലാണ് ചെയ്തത്, ഞങ്ങൾ കേന്ദ്രത്തിലല്ല ചെയ്തത്. ആദ്യം കേരളം ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ പോകാം. 27 വർഷത്തിന് ശേഷം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ BJP അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഷാലിമാർ ബാഗിൽ നിന്നുള്ള നവാഗത MLA ആയ രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി ഫെബ്രുവരി 20-ന് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും NDA മുഖ്യമന്ത്രിമാരും രാംലീല മൈതാനത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. मैं रेखा गुप्ता ईश्वर की शपथ लेती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी. मैं मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगी तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगी. मैं रेखा गुप्ता ईश्वर की शपथ लेती हूं कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो, मैं प्रत्यक्ष या अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगी. ദില്ലിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. ദില്ലി രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ അടക്കം കേന്ദ്രമന്ത്രിമാരും വിവിധ NDA മുഖ്യമന്ത്രിമാരും സന്നിഹിതരായിരുന്നു. വേദിയിൽ വിവിധ മത ആചാര്യന്മാർക്കും പൗരപ്രമുഖർക്കും പ്രത്യേക ഇടം ഒരുക്കിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെപ്പോലും മാറ്റി നിർത്തിയാണ് രേഖ ഗുപ്തയെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി BJP തെരഞ്ഞെടുത്തത്. BJP മഹിളാ മോർച്ച ദേശീയോപാധ്യക്ഷയും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമാണ് രേഖ ഗുപ്ത. ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെത്തിയ വനിതാ നേതാവിനെ BJP ദില്ലി ഭരിക്കാനേൽപ്പിച്ചത് വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണെന്നാണ് വിലയിരുത്തൽ. ABVPയുടെ തീപ്പൊരി നേതാവായിരുന്നു ഹരിയാനയിൽ ജനിച്ച രേഖ ഗുപ്ത. നേരത്തെ ദില്ലി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നു. 2007 മുതൽ ആദ്യമായി ദില്ലി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കൗൺസിലറായി. 2012-ലും 2022-ലും ജയം ആവർത്തിച്ചു. BJPയിലും മഹിളാ മോർച്ചയിലും വിവിധ പദവികൾ വഹിച്ചു. 27 വർഷത്തിനിപ്പുറം ദില്ലിയിൽ അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയായി വനിതയെ തന്നെ തെരഞ്ഞെടുത്തതിലൂടെ ദില്ലിക്കപ്പുറമുള്ള രാഷ്ട്രീയം കൂടിയാണ് BJP ലക്ഷ്യമിടുന്നത്. ദില്ലിയിൽ ശക്തമായ വോട്ടടിത്തറയുള്ള ബനിയ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് രേഖ ഗുപ്ത. ദില്ലിക്ക് പുറമെ രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലും ബനിയ വിഭാഗം ശക്തമാണ് എന്നതിനാൽ BJPയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രേഖ ഗുപ്തയുടെ മുഖ്യമന്ത്രി പദമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.